തെളിയൂ തെളിയൂ കിടാവിളക്കേ തെളിവാനിലം. ഇല്ലമ്മ നിർത്തി. ഓർമ്മയുണ്ട് അടുക്കള വെച്ച് പാടലെന്ന് പറഞ്ഞത്. എന്താ അടിപൊളി പാട്ടായിരുന്നു. പാറുവേ ചേട്ടൻ്റെ അടുത്ത് വേണ്ട കേട്ടാ. എന്നിട്ട് ചേച്ചി എന്തേടാ? ചേച്ചിയുടെ ഫോണിൽ ഭയങ്കര യുദ്ധം. എന്തോന്ന് പറഞ്ഞൂടാ. ഞാൻ ചോദിക്കാൻ ചെന്നപ്പോ എന്നെ ഓടിച്ച്. ഞാൻ പറഞ്ഞതല്ലേ വിഷയം. നീ എന്ത് പറഞ്ഞു? ഞാൻ അമ്മ എടുത്തോളൂ. ഇത് എന്റെ അടുത്ത് പറയത്തില്ലേ? നീ ഒരു 2 ദിവസം വെയിറ്റ് ചെയ്യേ, അതിനുള്ളിൽ ഞാൻ തീരുമാനം ഉണ്ടാക്കി തരാം. ആ ശരി. ലച്ചുവേ ആ എന്ത് 2 ദിവസമായിട്ട് സിദ്ധുവായിട്ടായിട്ട് വഴക്കിട്ടാ? അതാരാ പറഞ്ഞേ? ഓ ഉടനെ വന്ന് കൊളുത്തി കൊടുത്തല്ലേ? അമ്മ ഇവ അമ്മ അല്ലാണ്ട് ഇവള് പറയുന്ന ആരെങ്കിലൊക്കെ വിശ്വസിക്കുവോ? കള്ളി കളയാന്ന് എല്ലാവർക്കും അറിയാം. പാറൊന്ന് മിക്കവാറും എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. അവള് കൊച്ചല്ലേ ചേച്ചി? കൊച്ചാണെങ്കിലേ കൊച്ചിന്റെ സ്ഥാനത്ത് നിൽക്കണോടാ. എന്താടാ ബഹളം? ജംഗ്ഷൻ കേക്കല്ലേ? ചേച്ചി എപ്പോഴും വിളയാളമാണല്ലോ. ഇപ്പൊ ആറൂന് മേടിക്കാറായി കേട്ടാ. ആ എവിടെ പോയിരുന്നു മേല്? ഞാൻ മച്ചിലെ കടയിൽ പോയിരുന്നു. അമ്മച്ചിയുടെ കടയിൽ പോയാ? ആ എന്നിട്ട് പഴംപൊരി മേടിച്ചോണ്ടിരുന്ന എന്ത്? ആ പഴപ്പന തീർന്നു പോയി. കഷ്ടമായി പോയല്ലേ? ഈടായിട്ട് എപ്പോഴും അമ്മച്ചിയുടെ കടയിൽ തന്നെയാണല്ലോ. ജംഗ്ഷനിൽ ഭയങ്കര തിരക്കല്ലേ? ഇതാകുമ്പോൾ സ്വസ്ഥമായിട്ടിരുന്ന് ചായ കുടി. ഇവിടെ വരെ പോയാൽ മതിയല്ലേ? ഒപ്പം ബാസണ്ണനും എത്തുമല്ലോ. ചങ്ക് അച്ഛൻ്റെ ചങ്ക് ബാസണ്ണൻ അവിടെ എത്തുമല്ലോ. ടപ്പോ വാസി. ആ ഹലോ എവിടാ? ആ ജംഗ്ഷനല്ല, ഞാൻ അമ്മച്ചിയുടെ കടയിൽ ഉണ്ടായിരുന്നു ഇതുവരെ. അങ്ങോട്ട് പറഞ്ഞ അങ്ങോട്ടൊന്ന് പറഞ്ഞ, ഞാൻ വീടെത്തി. നീ പണയിപ്പോ. ആ ശരി ബാസി. ലച്ചുവേ എന്താ എപ്പോഴും ഈ ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നാ മതിയാ? ആ ഫ്രിഡ്ജിൽ പച്ചക്കറി വല്ലതും ഉണ്ടെന്ന് നോക്കിയേ. ആ നോക്കാം. ചേച്ചി പിന്നെ എനിക്ക് 1000 രൂപ കടം വേണം കേട്ടോ. ശമ്പളം കിട്ടുമ്പോൾ തിരിച്ചു തരാം. ഇതിന് മുന്നേ നീ എന്നെ കുറച്ച് പൈസ ഒക്കെ മേടിച്ചിട്ടില്ലേ? അത് ആദ്യം തിരിച്ചതാ. ഞാൻ പൈസ കടഞ്ഞു വെച്ചിട്ട് തല അടിച്ചു പൊട്ടിക്കും ഞാൻ. എൻ്റെ അമ്മ എന്തൊരു പോക്ക് ചീറിക്കൊണ്ടാണ് പോണത്. എന്തൊരു പോക്കത് ആർക്കറിയാ? വാങ്ങിച്ചു മാസാ തിരിച്ചു കൊടുക്കാത്തോണ്ടാ. ഇവിടെ വലിയ വലിയ എമൗണ്ട് ഒക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടോ അതേപോലെ തിരിച്ചും കൊടുത്തിട്ടുണ്ട്. ഇതേതാ ചില്ലറ പൈസ അമ്മ? അച്ഛനെ പോലെ കടം വാങ്ങിച്ച തിരിച്ചു കൊടുക്കരുത് കേട്ടാ. ഇവിടെ കുട്ടമ്പളവരാണ്. ഞാൻ പല പ്രാവശ്യം പറയുന്നുണ്ട് ഈ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റെ പേരെടുത്തിട്ടായിരുന്നു. അച്ഛനെ പറയാം നാടി. അങ്ങനെ അച്ഛൻ പോയി. നിനക്ക് പോണോ? ആ എന്നാ പോയിക്കളെ. പോയേക്കാം. തെളിയൂ തെളിയൂ കിടാവിളക്കേ തെളിവാതിലമ്പിളി പോലെ. ഓഹോ ഇവിടെ ഇരിക്കണ എന്താ എന്ത്? എന്താ എന്താ എന്താണ് ഞാൻ ചോദിച്ചത്? ആ അതൊന്നുമില്ല, അത് വേറെ ഒരു കാര്യം. വേറൊരു കാര്യം, ചെറിയപ്പഞ്ഞൊന്ന് വന്നു ഇങ്ങോട്ട് അടുക്കള വരണണ്ടല്ലോ. എന്ത്? അതൊന്നുമില്ല അച്ഛന് കണക്ക് നോക്കാനൊന്നുമില്ലേ? കണക്ക് അച്ഛൻ്റെ കണക്ക് അച്ഛൻ നോക്കിക്കോളാം. നീ കാര്യം പറ. ഞാൻ ഒരു 1000 രൂപ ചോദിച്ചപ്പോ തരാൻ വയ്യല്ലേ? ശരിയാക്കി തരാ. നീ എന്നാ ശരിയാക്കടാ. വാടാ വന്ന് ശരിയാക്കടാ. നീ നിനക്ക് എന്താ? ലച്ചു എന്തോന്ന് രാവിലെ തല്ല പറഞ്ഞ പോലെ? രാവിലെ മൂഡ് ശരിയല്ല, അത്രേ ഉള്ളൂ. മേഡത്തിന്റെ മൂഡ് ശരിയാകുമ്പോൾ നമ്മുടെ അടുത്ത് ഓരോ കാര്യം ചോദിക്കാൻ വരും. അപ്പൊ നമ്മുടെ മൂഡ് എങ്ങനെ ആയിരിക്കും എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ കാണിച്ചു തരാം. നീ കാണിച്ചു തരുമോ? കാണിച്ചാടാ. എന്നാ നീ കാണിക്കടാ. കാണിച്ചാടാ. എന്തെന്ന് അറിഞ്ഞൂടല്ലോ അമ്മ. ഡാ നീ മിണ്ടാതെ നിൽക്ക്. ഒക്കെ പ്രാന്ത് കയറി നിൽക്കാണ്. നോർമൽ ആവുമ്പോഴേ അവൾ ഇങ്ങനെ തന്നെയാണ്. അപ്പൊ പിന്നെ പ്രാന്ത് കയറി പറയണ്ടല്ലോ. ലച്ചുവേ ഈ കുഴിപ്പള്ളത്തമ്മ കല്യാണം അടിയന്തരം എന്തെങ്കിലും ഏറ്റുപിടിച്ചാ? ചുമ്മാ ആവശ്യമില്ലാത്ത പറയല്ല അച്ഛാ. ചേച്ചി കളയല്ലേ? അമ്മ ഇത് സംഭവം എന്തോ അറിയൂ? ചേച്ചി ആവശ്യമില്ലാത്ത എവിടെയോ ചെന്ന് തലയിട്ട് കൊടുത്ത്. അപ്പൊ തല ഊരാൻ പറ്റണില്ല. അത്ര തന്നെ. ഊരാൻ പറ്റണില്ലേ? അന്ന് ഊരിത്താ. നീ വന്ന് ഊരിത്താടാ. താടാ. ഇത് എന്തോന്നത്? മക്കളെ കൂളാവും. മക്കളെ മാനസികാവസ്ഥ എന്തായിരുന്നാലും അത് അച്ഛനടുത്ത് പറ. ബെസ്റ്റ്. അച്ഛൻ്റെ അടുത്ത് പറയുന്നേക്കാൻ നല്ലതേ പത്രത്തിൽ അച്ചടിക്കണതാണ്. അച്ഛൻ മഞ്ഞപത്രമല്ലേ അച്ഛാ? അച്ഛൻ മഞ്ഞപത്ര. ലച്ചുവേ മര്യാദയ്ക്ക് പോകണം. ഞാൻ വെറുതെ നിന്റെയൊക്കെ പ്രശ്നങ്ങൾ ഇടപെട്ട്. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. എന്റെ കാര്യത്തിൽ ഇടപെടണമെന്ന് ഞാൻ പറഞ്ഞു അച്ഛൻ്റെ അടുത്ത്. ലച്ചുവേ നീ ആ കേസ് വിട്. ലജി ചേച്ചി വിടൂല. മഴക്കൊണ്ടാക്കിട്ടേ അടങ്ങും. നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ പാറു. ഈ ലച്ചുൻ്റെ ചില സമയത്ത് എടുത്തടിച്ച പോലത്തെ മറുപടിയും ബോഡി ലാംഗ്വേജ് കാണുമ്പോഴേ കറക്റ്റ് നിന്റെ അമ്മയെ പോലെ ഉണ്ട്. ആ ചില സമയത്ത് എനിക്ക് അമ്മൂമ്മയുടെ ഊരൊക്കെ തന്നെയാ. ഹലോ എന്തായി? അപ്പൊ പുള്ളി എവിടെ ഇല്ലേ? പുള്ളി എവിടെയാ ഉള്ളത്? ബാംഗ്ലൂരാണോ? മൈസൂരാ? അല്ല അപ്പൊ ഇയാളുടെ വീട് എവിടെയാ? വയനാടാ? എന്തൊക്കെ പറയാ ശരി. എനിക്ക് എന്തായാലും പുള്ളിനെ കണ്ടുപിടിച്ച് തന്നേ പറ്റത്തുള്ളൂ. ആ ശരി വെക്ക്. ലച്ചുവേ ബാംഗ്ലൂർ, മൈസൂർ, ബോംബെ വലിയ ഇന്റർനാഷണൽ ബന്ധങ്ങളാണല്ലേ. എന്നാ ശരിക്കും ഇപ്പൊ തമാശ പറയാനുള്ള ഒറ്റ മൂടൂല കേട്ടോ. ആ ഈ തൽക്കാലം തമാശ നിർത്തിയിരിക്കുന്നു. ഡാ നീ ആ പാർക്കുട്ടിനെ പഠിപ്പിക്കാൻ നോക്കിയേ. 3-4 ദിവസമായിട്ട് ആ കൊച്ചു ബുക്ക് നോക്കിയിട്ടില്ല. കളിച്ചു ഉല്ലസിങ്ങനെ നടക്കുകയല്ലേ. കൊച്ചു കുട്ടികളെ കളിച്ച് ഉത്സവം നടക്കട്ടെ.
ആ കൊച്ചുകുട്ടിയാണ് കളിച്ചുല്ലസ് തന്നെ നടക്കണത്. ബുക്കൊന്നും തുറന്നു നോക്കണില്ല. അല്ലെങ്കിലും പഠിക്കേണ്ട സമയത്ത് 4 അക്ഷരം പഠിക്കാണ്ടിരുന്നിട്ട് പിന്നെ അവസാനം കൊച്ചിന് മാർക്കില്ല പഠിക്കണില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു വന്നിട്ടുണ്ട് ബാലു. ഞാൻ കാര്യം പറഞ്ഞേക്കാം. പഠിക്കേണ്ട സമയത്താണ് പഠിക്കേണ്ടത്. ആ ബാലു പിന്നെ ബാലു ഇല്ല, ബാലു പോയി. ബാലു ചത്ത്. ബാലു ഈ നാട്ടുകാരനെ അല്ല.